ഖനൌരിയിൽ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന് നീതി ലഭിക്കും വരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തന്നെ സമരം തുടരാൻ കർഷകർ. പിന്നീട് മാത്രമാകും ദില്ലി ചലോ മാർച്ച്. പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കർഷകരെ അതിർത്തിയിലേക്ക് എത്തിക്കുമെന്നും കർഷക നേതാക്കൾ വ്യക്തമാക്കി. കർഷക പ്രതിഷേധത്തിനിടെയുണ്ടായ ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭ്കരൺ സിംഗിന് നീതി ഉറപ്പാക്കാൻ പ്രതിഷേധം ശക്തമാക്കുന്നതിനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചത്. എഫ്ഐആർ പോലും കേസിൽ രജിസ്റ്റർ ചെയ്തില്ല. യുവ കർഷകന് നീതി നേടിയെടുക്കും വരെ അതിർത്തികളിൽ ശക്തമായ സമരം തുടരുമെന്നും സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ അറിയിച്ചു. मैं सरकार का ये भंडा आप सबके सामने ये भी बात रखनी चाहता हूं कि सरकार की ओर से ये प्रयास किया जा रहा है कि मोर्चे में अलग अलग तरह की एजेंसीज के लोग उनकी घुसपैठ करवा दी गई है और कहीं भी किसी भी समय किसी भी आगू की हत्या करवाई जा सकती है। ये हमारे मनुष्य अधिकार कमीशन, हमारी सुप्रीम कोर्ट को इन बातों का संज्ञान लेना तुरंत बनता है, लेना चाहिए. യുവ കർഷകൻ കനൌരി അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിനെ നിയന്ത്രിക്കുന്ന ഹരിയാന ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നും സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെടുന്നു. സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിലപാടാണ് കർഷക സംഘടനകളുടേത്. കർഷക സമരം തകർക്കാനുള്ള ആസൂത്രിത നീക്കം ഇതിനു പിന്നിലുണ്ടെന്നും കർഷക സംഘടനകൾ സംശയിക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ തുടങ്ങാതെ യുവ കർഷകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനോ സംസ്കരിക്കാനോ അനുവദിക്കില്ലെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കി. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ സഹായധനമല്ല ആദ്യം വേണ്ടത്, എഫ്ഐആർ എന്ന നിലപാടിലാണ് കർഷക സംഘടനകളും ശുഭ്കരൺ സിംഗിന്റെ കുടുംബവും. അതേസമയം ഹരിയാന പഞ്ചാബ് അതിർത്തികളായ ശംഭു, കനൌരി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കർഷക പ്രക്ഷോഭം ഹരിയാന പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമരത്തിന് കൂടുതൽ പേർ എത്തുന്നത് തടയിടാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.